ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം BSc. എൻ്റെ പേര് സൂരജ് കോടിയേരി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാമിനേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ജോഗ്രഫിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടുക. അപ്പോൾ അതായത് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഓൾറെഡി PSc ചോദിച്ചിരിക്കുന്ന പല ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. അതിലുള്ള കോണ്ടന്റ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള രീതിയും നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം നോക്കുക. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഞാൻ മുമ്പും പലതവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ വളരെ പക്ക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ വായിക്കുക. അതായത് ആദ്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് വായിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട കീവേഡ്സ് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തു പോവുക. ഇപ്പോൾ ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൻ്റെ കാര്യമാണ് ചോദിച്ചത്. നമുക്ക് ഭൂവൽക്കത്തെ ആക്ച്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, സമുദ്ര ഭൂവൽക്കും വൻകര ഭൂവൽക്കും. അപ്പോൾ അതിൽ വൻകര ഭൂവൽക്കത്തിൻ്റെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ് എന്താണ്? വൻകര ഭൂവൽക്കം എന്നിവിടെ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിലുള്ള ധാതുക്കളാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. വ്യക്തമായ ഒരു ഐഡിയ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ എനിവേ, ഞാൻ വൻകര ഭൂവൽക്കവും അതുപോലെ സമുദ്ര ഭൂവൽക്കവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം പറഞ്ഞു തരാം. നമ്മൾ ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടേബിളായിട്ട് ഇരുഭാഗങ്ങളിലുമായിട്ട് ഞാൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് വൻകര ഭൂവൽക്കം, ഇനി ഇത് സമുദ്ര ഭൂവൽക്കം. അപ്പോൾ ഇത് സമുദ്ര ഭൂവൽക്കാണ്, ആദ്യത്തത് വൻകര ഭൂവൽക്കാണ്. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. വൻകരകൾ കരഭാഗം ഉൾപ്പെടുന്ന, കോണ്ടിനെൻസ് ഉൾപ്പെടുന്ന ക്രസ്റ്റിനെ, ഭൂമിയുടെ ഭൂവൽക്കത്തെ ഏറ്റവും പുറമേയുള്ള പാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൻകര ഭൂവൽക്കം. ഇനി ഭൂമിയുടെ ഏറ്റവും പുറമെ നമ്മൾ കടലാണ് കാണുന്നതെങ്കിൽ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് സമുദ്ര ഭൂവൽക്കം. അത്ര തന്നെ, പേരിൽ തന്നെയുണ്ട്. നമുക്കിതൊന്നുമല്ല പ്രധാനമായിട്ട് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ വീതി, സാന്ദ്രത, ഇതിലെ ധാതുക്കൾ, ശിലകൾ തുടങ്ങിയവയാണ്. 4 പോയിന്റ്സുകളുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഞാൻ വീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൻകര ഭൂവൽക്കത്തിനാണ് വീതി കൂടുതൽ. എന്ന് വെച്ചാൽ ഒരു 30 തൊട്ട് 50 കിലോമീറ്റർ ശരാശരി വീതി നമുക്ക് വൻകര ഭൂവൽക്കത്തിന് കാണാൻ പറ്റും. അതേസമയം സമുദ്ര ഭൂവൽക്കത്തിന് ഇത്രയും വീതിയില്ല, വീതി വളരെ കുറവാണ്. 5 തൊട്ട് 30 കിലോമീറ്റർ മാത്രമേ സമുദ്ര ഭൂവൽക്കത്തിന് വീതിയുള്ളൂ, വീതി അല്ലെങ്കിൽ ആഴമുള്ളൂ. അതായത് നമ്മളിതാ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കുഴിക്കുകയാണെങ്കിൽ 30-50 കിലോമീറ്റർ കുഴിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത പാളിയായ മാൻഡിലേക്ക് എത്തുള്ളൂ. അതേസമയം സമുദ്ര ഭൂവൽക്കം അങ്ങനെയല്ല. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നമ്മളൊരു തൂമ്പിയായിട്ട് പോയിട്ട് എന്താണ് കുഴിച്ചു നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ കുഴിക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെ എത്തും? മാൻഡിലേക്ക് എത്തും. അതാണ് ഇതിൻ്റെ വീതിയിലുള്ള വ്യത്യാസം. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കുഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് എവിടെ എത്താം? ഭൂമിയുടെ അടുത്ത പാളിയായ മാൻഡിലേക്ക് എത്താം എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വളരെ നേരിയ പാളിയാണ് സമുദ്ര ഭൂവൽക്കം. ഇനി നമുക്കിതിൻ്റെ സാന്ദ്രത നോക്കാം. സാന്ദ്രത നോക്കാൻ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. സാന്ദ്രത കുറഞ്ഞ വസ്തു എപ്പോഴും പൊങ്ങിക്കിടക്കുമല്ലേ? വെള്ളവും വെളിച്ചെണ്ണയും. വെളിച്ചെണ്ണ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? സാന്ദ്രത കുറഞ്ഞ വസ്തു എപ്പോഴും പൊങ്ങിക്കിടക്കും, സാന്ദ്രത കൂടിയ വസ്തു താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും പൊങ്ങിക്കിടക്കുന്നത് നമ്മുടെ കരഭാഗമല്ലേ? സമുദ്രം കരയേക്കാൾ താഴ്ന്നല്ലേ കിടക്കുന്നത്? അപ്പോൾ ഉയർന്നു കിടക്കുന്നത് എപ്പോഴും കരഭാഗം. വൻകര ഭൂവൽക്കാണെന്ന് ആലോചിച്ചാൽ അത് ഉയർന്നു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? യെസ്, തീർച്ചയായും സാന്ദ്രത കുറവായതുകൊണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2.7 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ ഈ പറഞ്ഞ വൻകര ഭൂവൽക്കത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. അതേസമയം സമുദ്ര ഭൂവൽക്കം താഴ്ന്നാണ് കിടക്കുന്നത്, കരയേക്കാൾ താഴ്ന്നല്ലേ സമുദ്രം കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായും 3 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിൻ്റെ ഈ ഒരു സാന്ദ്രത എന്ന് പറയും. സാന്ദ്രത കൂടുതലാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ട് താഴ്ന്നല്ലേ കിടക്കുന്നത് കരയേക്കാൾ, അത് ആലോചിച്ചാൽ മതി. ഇനി നമുക്കിവ സാന്ദ്രതയിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്താണെന്ന് എന്ന് നോക്കാം. ഇതിന് 3ഉം അതിന് 2.7 ആകാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അതിന് കാരണം ശിലകളാണ്. നമുക്ക് വൻകര ഭൂവൽക്കത്തിൽ കാണുന്നത് ഗ്രാനൈറ്റ് ശിലകളാണ്. പൊതുവെ നമുക്ക് കൂടുതലായിട്ട് വൻകര ഭൂവൽക്കത്തിൽ കാണുന്നത് ഗ്രാനൈറ്റ് ശിലകളാണ്. ഗ്രാനൈറ്റ് നമ്മൾ കരയിൽ നിന്നല്ലേ കുഴിച്ചെടുക്കുന്നത്, അങ്ങനെ ഓർത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിൽ കാണുന്നത്
ബസാൾട്ട് ശിലകളാണ് പൊതുവെ സമുദ്ര ഭൂവൽക്കത്തിൽ കാണുന്നത്. ഇനി ഇത് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഗ്രാനൈറ്റ് കരയിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നതെന്ന് ഓർത്തു വെക്കാം, അല്ലെങ്കിൽ സോൾട്ട് കാണുന്നത് സമുദ്രത്തിലാണ് അല്ലെ സോൾട്ട് കാണുന്നത്. അപ്പോൾ ബസാൾട്ട് ശിലകൾ സോൾട്ട് എന്നുള്ള വാക്ക് ആലോചിച്ചാൽ മതി, ഈ സമുദ്ര ഭൂവൽക്കത്തിലാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇതിൻ്റെ ധാതുക്കളാണ്. ഈ ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതുവും ഈ ശിലയിൽ അടങ്ങിയിരിക്കുന്ന ധാതുവും, രണ്ട് ശിലകളിലും കോമൺ ആയിട്ട് നമുക്ക് സിലിക്ക കാണാൻ പറ്റും. സിലിക്ക കാണാൻ പറ്റും. ഇനി വൻകര ഭൂവൽക്കത്തിൽ നമുക്ക് സിലിക്കയുടെ കൂടെ കൂടുതലും കാണുന്നത് അലൂമിനിയമാണ്. അതേസമയം സമുദ്ര ഭൂവൽക്കത്തിൽ കാണുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യമാണ്. അപ്പോൾ സിലിക്കയുടെ SIയും നമ്മൾ CID മൂസയിൽ മൂസ എന്നുള്ള പേരിട്ടതുപോലെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എടുക്കുകയാണ്. സിലിക്കയുടെ SIയും അലൂമിനിയത്തിൻ്റെ ALഉം. അപ്പോൾ ഇതിനെ നമ്മൾ സിയാൽ പാളി എന്നാണ് വിളിക്കുന്നത്. അതേസമയം ഇതിൻ്റെ സിലിക്കയുടെ SIയും മഗ്നീഷ്യത്തിൻ്റെ MAയും സിമാ പാളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അധികവും എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് സിയാൽ പാളി എന്താണ് അല്ലെങ്കിൽ സിമാ പാളി എന്താണ് എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ കൂടി ഈ ഒരു പാളിയുടെ പേര് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, സിയാലും സിമയും തമ്മിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ്. സിമ അതാലോചിച്ചാൽ മതി. സിമാ പാളി സമുദ്ര ഭൂവൽക്കാണെന്ന്. എങ്ങനെ ഓർത്ത് വെക്കാം? സമുദ്രത്തിലും സായും മായും ഉണ്ട്, സിമയിലും സായും മായും ഉണ്ട്. സിമ സമുദ്രം എന്ന് എപ്പോഴും ഓർത്ത് വെക്കുക. അപ്പൊ സിയാൽ എളുപ്പത്തിൽ കിട്ടും. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വന്നാലോ. ഭൂമിയുടെ വൻകര ഭൂവൽക്കം സിയാൽ അല്ലേ? സിയാൽ പാളിയല്ലേ? സമുദ്ര ഭൂവൽക്കം സിമയാണ്. അപ്പൊ വൻകര ഭൂവൽക്കം സിയാലാണ്. സിയാല് എന്ന് വെച്ചാൽ സിലിക്കി അലൂമിനിയം. ഡയറക്ട്ലി നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. സിലിക്കി ഇവിടെ കാണാം, അലൂമിനിയം കാണാം. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ വൻകര ഭൂവൽക്കും സമുദ്ര ഭൂവൽക്കും മറക്കരുത്. നമ്മുടെ ഭൂമിയുടെ ഘടനയിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, അവ തമ്മിലുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ട് ഈ 4 പോയിന്റ്സുകൾ. ഇനി നമ്മുടെ ശിലാമണ്ഡലം എന്താണ്, അസ്തനോസ്ഫിയറും അതിൻ്റെ പ്രത്യേകതകളും എപ്പോഴും ചോദിക്കാറുണ്ട്. പുറക്കാമ്പ് അകക്കാമ്പ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ വിച്ഛിന്നത മറക്കരുത്. ഗുട്ടൻബർഗ് വിച്ഛിന്നത, അതുപോലെ മോഹറോ വിച്ഛിന്നത തുടങ്ങിയവ എപ്പോഴും ചോദിക്കുന്നതാണ്, മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. ആൻസർ എന്താ? 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡി ആണ് ആൻസർ. 11D എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് മറ്റൊരു എക്സാമിനേഷന് ചോദിച്ചാണ്, നിങ്ങളുടെ എക്സാമിന് തന്നെ, 10th പ്രിലിംസ് എക്സാമിന് തന്നെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ എപ്പോഴും കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യണം. ഇന്ത്യൻ സമയം 12 മണി, ഉച്ചയ്ക്ക് 12 മണി. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി. ഗ്രീനിച്ചിലെ സമയം എത്രയാണ് എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയാണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണി ഉച്ച സമയം അല്ലേ? ഉച്ചയ്ക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ +5.5 hours ആണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാലോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ വാച്ചിലൊക്കെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST അല്ലെങ്കിൽ കൊൽക്കത്ത ടൈം +5.5 hours അല്ലെങ്കിൽ +5:30 hours എന്ന് കാണാം. എന്ന് വെച്ചാൽ ഈ പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മുന്നിൽ എന്നാണ്. ആരുടെ മുന്നിൽ? ഗ്രീനിച്ചിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടെ സമയം. എന്ന് വെച്ചാൽ ഗ്രീനിച്ചിൽ സൂര്യൻ ഉദിക്കുന്നതിനേക്കാളും 5.5 മണിക്കൂർ മുമ്പേ തന്നെ ഇന്ത്യയിൽ സൂര്യൻ ഉദിക്കും. കാരണം ഇന്ത്യ കുറച്ചുകൂടി കിഴക്കാണ്. ഓക്കെ, പിടികിട്ടിയല്ലോ. അപ്പോൾ 12 മണിയാണ് നമ്മുടെ ഇന്ത്യയുടെ സമയം. അപ്പോൾ ഗ്രീനിച്ചിൽ എന്തായിരിക്കും? നേരെ കുറക്കുക, 5.5 മണിക്കൂർ കുറക്കുക. 5:30 hours 12-നേക്കാളും 5.5 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് സമയം കിട്ടും. എത്ര സമയമായിരിക്കും? 6:30 AM ആയിരിക്കും സമയം. രാവിലെ 6:30 മണിയായിരിക്കും സമയം. നമ്മൾ ആൻസറിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റും. 13ാമത്തതിൻ്റെ ആൻസർ എന്താ? 6:30 AM ആണ് അല്ലേ? 6:30 AM ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടെ സമയം. ഒന്നിക്ക് ഗ്രീനിച്ചിലെ സമയം തരും. അങ്ങനെയാണ് ഇന്ത്യയുടെ ടൈം കണ്ടെത്താൻ +5.5 hours ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇന്ത്യയുടെ സമയം തരും,
എന്നിട്ട് ഗ്രീനിച്ചിലെ സമയം കാണാൻ പറയും. അപ്പം -5.5 hours ചെയ്താൽ മതി. ഓക്കെ, സെറ്റല്ലേ? പിടിയിട്ടില്ലേ? അപ്പം 13ാമത്തതിൻ്റെ ആൻസർ ബി ആണ്. 13B എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നമുക്കിവിടെ കീവേഡ് 2 എണ്ണമാണ്. ഒന്ന് ഉപദ്വീപീയ നദികളാണ് ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിലെ മുഴുവൻ നദികളല്ല. ഏറ്റവും നീളം കൂടിയ നദിയാണ് നമ്മളോട് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെനിൻസുലാർ ഇന്ത്യ. നമുക്ക് ഇന്ത്യയിൽ 2 ടൈപ്പ് നദികളാണുള്ളത്, ഹിമാലയൻ നദികളും ഉപദ്വീപീയ ഇന്ത്യയിലെ നദികളും, അല്ലേ? ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ ഗംഗയും യമുനയൊക്കെ ഹിമാലയൻ നദികളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ലിസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഇന്ത്യയിലെ. ഗംഗ കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ നദി തീർച്ചയായും ഗോദാവരിയാണ്, അല്ലാതെ മറ്റൊരു ഹിമാലയൻ നദിയോ ഒന്നുമല്ല. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗംഗയും സെക്കൻഡ് ആരാണ്? ഗോദാവരിയാണ്. സിന്ധുവും ബ്രഹ്മപുത്രയൊക്കെ വളരെ കുറച്ച് മാത്രം ദൂരമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ഗംഗ എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ നദിയാണ്. ഗോദാവരി എന്ന് പറയുന്നത് ഒരു ഉപദ്വീപീയ നദിയാണ്. ഈ കാര്യം ഓർത്താൽ തന്നെ ആൻസർ കിട്ടും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ്. ഡയറക്റ്റ്ലി നമുക്ക് ആൻസറിലേക്ക് എത്താം. ഗോദാവരിയാണ് ആൻസർ. ഗോദാവരി കുറച്ചുകൂടി പഴക്കം ചെന്ന നദി കൂടിയാണ് ഗംഗയേക്കാൾ. അതുകൊണ്ട് ഗോദാവരിയെ വൃദ്ധഗംഗ എന്നാണ് വിളിക്കുന്നത്. മറക്കരുത്, ഹിമാലയത്തേക്കാൾ പഴക്കമുള്ള നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. അപ്പോൾ 11ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന. D ആണ് ആൻസർ. 11D എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു വിധം കുറേ പേര് തെറ്റിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ ഖാദറും ബംഗറും ടെറായിയും അതുപോലെ ഈ പറഞ്ഞ ബാബറൊക്കെ വന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ ഈ ചോദ്യം തെറ്റിക്കാനുള്ള കാരണം ഇത് കൃത്യമായിട്ട് എന്താണെന്ന് പല ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചില ആൾക്കാർ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോവുകയാണ് പതിവ്. നമ്മൾ ആദ്യം ഈ ബാബർ, ടെറായി, ബംഗർ, ഖാദർ എന്താണെന്ന് നോക്കും. അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, യെസ്. ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ ഞാൻ ബാബറും ടെറായും ബംഗറും ഖാദറും എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഹിമാലയത്തിൻ്റെ ഇത് ഉത്തര പർവ്വത മേഖലയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഉത്തര പർവ്വത മേഖല ഹിമാലയമാണ്. ബേസിക്കലി ഹിമാലയമാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കുള്ളത് ശിവാലിക്കാണ്. ഓക്കെ, അപ്പോൾ ഉത്തര പർവ്വത മേഖലയാണ് അത്. അത് കഴിഞ്ഞാലുള്ള ഈ സ്ഥലമാണ് നമ്മുടെ ഉത്തര മഹാസമതലം. നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണാം, ഈ ഒരു സ്ഥലം നല്ല സമതലം, നിരപ്പായിട്ട് കിടക്കുവാണ്, അല്ലേ? നിരപ്പായിട്ട് കിടക്കുവാണ്. അത് അവിടുന്ന് തൊട്ട് ഇവിടം വരെ നിരപ്പായി കിടക്കുവാണ്. സമതലം, ഉത്തര മഹാസമതലം, നോർത്തേൺ പ്ലെയിൻസ്. ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ള ചെരിവാണ്. ഇതാണ് നമ്മുടെ ഉത്തര മഹാസമതലത്തിൻ്റെയും ഉത്തര പർവ്വത മേഖലയുടെ ആ ഒരു ഭൂവിഭാഗങ്ങൾ 2 ഓക്കെ, അപ്പോൾ നമുക്ക് ബാബർ, ടെറായ്, ബംഗർ, ഖാദർ എന്താണെന്ന് പഠിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. ബാബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് കുറേ നദികൾ ഒഴുകി വരുന്നുണ്ടാവുമല്ലോ. നല്ല സ്പീഡിലല്ലേ വരുന്നുണ്ടാവുക. കാരണം എന്താ? നല്ല ചെങ്കുത്തായ ചെരുവിലൂടെയാണ് ഈ നദികൾ ഇങ്ങനെ ഒഴുകി വരുന്നത്, അല്ലേ? അവിടെ കണ്ടില്ലേ, ചെങ്കുത്തായ ചെരുവിലൂടെയാണ് ഒഴുകി വരുന്നത്. അപ്പോൾ ഈ നദിയുടെ കയ്യിൽ കല്ലും മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നദി ഇങ്ങനെ ചെളിയും മണ്ണും കല്ലും വലിയ പാറക്കല്ലുകളും ഒക്കെ ചുമന്നുകൊണ്ട് ആ ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഒഴുകി വരികയായിരിക്കും, നല്ല എനർജറ്റിക് ആയിട്ട്. ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? നദി ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇനി നദി സമതലത്തിലൂടെയാണ് മൂവ് ചെയ്യേണ്ടത്, നിരപ്പായ പ്രതലത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഉത്തര മഹാസമതലമാണ്. അപ്പോൾ നദി എന്താകും? സ്ലോ ആകും. കാരണം ആ ചെരിവ് നഷ്ടപ്പെട്ടു. ഇനി നിരപ്പായ സ്ഥലത്തുകൂടിയാണ് നദി മൂവ് ചെയ്യുന്നത്. അപ്പം നദി എന്ത് ചെയ്യാൻ തുടങ്ങും? അതിൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിക്ഷേപിക്കാൻ തുടങ്ങും, അല്ലേ? നിക്ഷേപം അഥവാ നമ്മുടെ ഡെപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നിക്ഷേപിക്കുന്നത് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നദിയുടെ കയ്യിൽ ചെളിയുണ്ട്, മണ്ണുണ്ട്, പാറക്കഷ്ണങ്ങളുണ്ട്, കല്ലുകളുണ്ട്. ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്ന വലിയ പാറക്കല്ലുകളായിരിക്കൂലേ? കാരണം ഇത്രയും വലിയ പാറക്കല്ലുകളും കൊണ്ട് ഇനി നദിക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പാറക്കഷ്ണങ്ങൾ ആദ്യം നിക്ഷേപിക്കും.
ഒരു 8-10 കിലോമീറ്ററോളം ഈ നദി പാറക്കല്ലുകളായിരിക്കും നിക്ഷേപിക്കുന്നത്. ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ബാബർ. എന്താ? ബാബർ. 8-10 കിലോമീറ്റർ മൊത്തം പാറകളാണ് കേട്ടോ. പാറകളാൽ സമ്പന്നമായ പ്രദേശമാണ്. അതാണ് ബാബർ. ഈ പാറകളുടെ മുകളിലൂടെ നദി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പാറകൾക്കടിയിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും. അതുകൊണ്ട് നദി എന്ത് ചെയ്യും? ഈ പാറകൾക്ക് ഇടയിലൂടെയും അടിയിലൂടെയൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് നദിയെ ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല. പാറക്കല്ലുകളുടെ ഇടയിലൂടെയും അടിയിൽ കുറേ സ്പേസ് ഉണ്ടാവില്ലേ? ആയിരക്കണക്കിന് വർഷമായിട്ട് പാറകൾ ഇട്ട സ്ഥലമല്ലേ? അപ്പോൾ പാറകൾക്ക് അടിയിലൂടെയൊക്കെ ഒഴുകുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും നദിയെ അങ്ങ് കാണാൻ പറ്റില്ല. നദികൾ അപ്രത്യക്ഷമായതുപോലെയൊക്കെ തോന്നും. നദിയെ ശരിക്കും അങ്ങോട്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ നദികൾ അപ്രത്യക്ഷമാകുന്ന സ്ഥലം എന്ന് പറയുന്നത്. എന്താ? നദികൾ അപ്രത്യക്ഷമാകുന്ന സ്ഥലം എന്ന് നമ്മൾ പറയുന്നത്. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ബാബർ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ടെറായിലേക്കാണ്. നദി വീണ്ടും ഒഴുകുകയാണ്. നദിയുടെ കയ്യിൽ ഇനി എന്താ ഉള്ളത്? ചെളിയും മണ്ണും ഒക്കെയാണ് അല്ലേ? ഇപ്പോൾ നദി അപ്രത്യക്ഷമായി. ബാബറിൽ കല്ലുകളൊക്കെ നിക്ഷേപിച്ചു. പാറകൾക്കിടയിലൂടെ അടിയിലൂടെയൊക്കെ അത് ഇങ്ങനെ ഒഴുകി. ഇനിയുള്ളത് ടെറായി ആണ്. ടെറായിലേക്ക് നമുക്ക് നേരെ പോകാം. ടെറായി. ഇനി നദിയുടെ കയ്യിൽ എന്താ ഉള്ളത്? പാറക്കഷ്ണങ്ങളൊക്കെ നിക്ഷേപിച്ചു. ഇനി എന്താ ഉള്ളത്? ചെളിയും മണ്ണും ഒക്കെയാണല്ലേ? അപ്പോൾ ഈ ചെളിയും മണ്ണും ഒക്കെ നിക്ഷേപിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി നിറഞ്ഞ പ്രദേശം അല്ലേ? ചെളി നിറഞ്ഞ പ്രദേശം എന്ന് വെച്ചാൽ എന്താ? ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണിത്. ചതുപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വയലിലൊക്കെ, നമ്മുടെ വീട്ടിലെ ചുറ്റുമുള്ള വയലിലും പറമ്പിലൊക്കെ ചെളിയാണെങ്കിൽ അവിടെ നന്നായിട്ട് എന്ത് വളരും? പുൽമേട് വളരും അല്ലേ? പുല്ല് വളരും അല്ലേ? നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിലെ പുൽമേടാണ് ഈ ടെറായി. പുൽമേട് അതുപോലെ നല്ല രീതിയിൽ ഫലപുഷ്ടിയുള്ള മണ്ണാണ്. നന്നായിട്ട് കൃഷിക്കൊക്കെ അനുയോജ്യമായ മണ്ണാണിത്. ചെളിയാണ്. ചെളിയിൽ നമുക്ക് എന്ത് വളർത്താം? നെല്ലും ഗോതമ്പൊക്കെ വളർത്താൻ പറ്റും. മറക്കരുത്. അപ്പോൾ ഇതാണ് ടെറായി. അപ്പോൾ പുല്ല് തിന്നാൻ വേണ്ടി ഒരുപാട് വന്യജീവികളെയും നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ ഒരുപാട് വന്യജീവി ദേശീയ ഉദ്യാനങ്ങളൊക്കെ നമുക്ക് ടെറായിലുണ്ട്. അപ്പോൾ ഇതാണ് ടെറായി എന്ന് പറയുന്നത്. ചെളി നിറഞ്ഞ കുറേ പുല്ലും കാടും ഒക്കെയുള്ള കുറേ വന്യജീവികളുള്ള, കൃഷി നന്നായിട്ട് നടത്താൻ പറ്റിയും ഈ പുല്ല് ചെത്തിക്കളഞ്ഞ് നെല്ലൊക്കെ നടാൻ പറ്റും. രണ്ടും ഒരേ വർഗ്ഗമാണ് അല്ലേ? അപ്പോൾ അങ്ങനെയൊരു സ്ഥലമാണ് ടെറായി. അപ്പോൾ ടെറായിയും കഴിഞ്ഞു. ഇനി നേരത്തെ ഒരാൾ മുങ്ങിയിട്ടുണ്ട്. അവൻ ഇവിടെയാണ് പൊങ്ങുന്നത്. ആരാത്? നമ്മുടെ നദി. ഓക്കെ. അപ്പം നദികൾ എന്ത് ചെയ്യുക? നദികൾ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ പുനഃപ്രത്യക്ഷപ്പെടുന്ന, നേരത്തെ മുങ്ങിയവൻ ഇവിടെയാണ് പുനഃപ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ടെറായി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാബറിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിച്ചു. ടെറായിനെ കുറിച്ചും നമ്മൾ വ്യക്തമായി പഠിച്ചു. ഇനി നമുക്ക് കാദറും ബങ്കറുമാണുള്ളത്. ഇത് സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒറ്റ കാര്യം ആലോചിക്കുക. ആദ്യത്തേത് ഏതാ? ബങ്കറാണ് അല്ലേ? ബങ്കർ. രണ്ടാമത്തേതാരാ? കാദറാണ്. അപ്പോൾ ബങ്കറും കാദറും ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ബങ്കറും കാദറും. ഇപ്പോൾ ബങ്കറും കാദറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പുതിയതും ഒന്ന് പഴയതുമാണ്. ആരാണ് പുതിയത്? കാദറാണ് പുതിയത് എന്ന് പറയുന്നത്. എന്താ? കാദറാണ് പുതിയത്. ബങ്കറോ? പഴയത്. പഴയ എക്കൽ സമതലത്തെ വിളിക്കുന്ന പേരാണ് ബങ്കർ. അതുപോലെ പുതിയ എക്കൽ സമതലത്തെ വിളിക്കുന്ന പേരാണ് കാദർ. എന്ന് വെച്ചാൽ നദി ഇന്നും ഇന്നലെയും കഴിഞ്ഞ ഒരു 100 വർഷമായിട്ട് നിക്ഷേപിക്കുന്ന എക്കൽ സമതലം, നല്ല ഫ്രഷ് ആയിട്ടുള്ള എക്കൽ സമതലം. അപ്പം നല്ല ഫലപുഷ്ടി ഉണ്ടാവും അല്ലേ? നല്ല ഫലപുഷ്ടമായിട്ടുള്ള സ്ഥലമായിരിക്കും അല്ലേ? അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഓക്കെ. അതേസമയം ബങ്കറിൽ ഫലപുഷ്ടി ഉണ്ടോ? ഇല്ല. ഫലപുഷ്ടി ഇല്ലാത്തതാണ്. ഇത് ഫലപുഷ്ടിയായുള്ള മണ്ണും അതേസമയം ഇത് ഫലപുഷ്ടം അല്ലാത്തതുമായിട്ടുള്ള സ്ഥലമാണ് ബങ്കർ. പിടികിട്ടിയല്ലോ. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം നമുക്ക് മനസ്സിലായി. കാദറാണ്. ഉൽപാദനക്ഷമത കൂടുതൽ കാദറിനാണ്. ഉൽപാദനക്ഷമത കൂടുതലുള്ളത് കാദറിനാണ്. ഇതെങ്ങനെ പഠിക്കാം? സിമ്പിളായിട്ട് പഠിക്കാം. കാദറാണ് നമ്മുടെ പുതിയാപ്ല എന്ന് പറയില്ലേ നമ്മളെ മലബാറിലൊക്കെ? പുതിയ ചെക്കനെ, കല്യാണ ചെക്കനെ. അപ്പോൾ പുതിയാപ്ലയാണ്. കാദർ എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ഒരു പുതിയാപ്ലയാണ്. പ്രായം കുറവാണ്. സ്വാഭാവികമായിട്ട് അപ്പോൾ ഉൽപാദനക്ഷമത കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കും കാദറിൽ. അപ്പോൾ പുതിയാപ്ലയാണ് നമ്മുടെ കാദർ, മറക്കരുത്. ഇനി ബങ്കർ പഴയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉൽപാദനക്ഷമത ഉണ്ടാവോ? ഫലപുഷ്ടമായിരിക്കുമോ മണ്ണ്?
അല്ല, പഴയ എക്കൽ സമതലമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നദി ഒഴുകിയിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? കാറ്റും മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ഇതിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞു. സെറ്റല്ലേ? ഒരു കാര്യം കൂടി ഞാനിവിടെ എഴുതുന്നുണ്ട്. കാൽസ്യത്തിൻ്റെ നിക്ഷേപം നമുക്ക് ബംഗറിൽ കാണും. കാൽസ്യത്തിൻ്റെ നിക്ഷേപം. ഈ കാൽസ്യത്തിൻ്റെ നിക്ഷേപത്തിനെ വിളിക്കുന്ന പേരാണ് കങ്കർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കങ്കറും ബങ്കറും ഒക്കെ ഓർത്തു വെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻ വരിക? കാൽസ്യം നിക്ഷേപം ആയ കങ്കർ കാണപ്പെടുന്നത് എവിടെയാണ്? എന്നിട്ട് 4 ഓപ്ഷൻ ഉണ്ടാവും. ഏതൊക്കെ? ബാബർ, ബേട്ടറായി, ബങ്കർ, ഖാദർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കങ്കർ അല്ലേ ചോദിച്ചത്? അതേപോലെ പ്രൊനൗൺസിയേഷൻ ഉള്ളത് ഏതാ? ബങ്കർ എന്ന് ആൻസറിലേക്ക് എത്തുക. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ബങ്കറിലുള്ള കാൽസ്യം നിക്ഷേപത്തിൻ്റെ പേരാണ്. ബങ്കർ പോലെ തന്നെ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ ഉള്ളത് എന്താണെന്ന് നോക്കാം. ബങ്കർ, കങ്കർ. ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടാനുള്ള രീതി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താലോ? യെസ്. പുതിയ എക്കൽ നിക്ഷേപത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? താഴെ പറയുന്നത് ശരിയായ പ്രസ്താവനയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ശരിയാണോ തെറ്റാണോ ചോദിച്ചത് എന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തെറ്റായ പ്രസ്താവന ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തപ്പുക, എന്നിട്ട് അത് എലിമിനേറ്റ് ചെയ്യുക. നോക്കാം. പുതിയത് എക്കൽ നിക്ഷേപത്തെ ഖാദർ എന്ന് വിളിക്കുന്നു. ഇത് ശരിയാണല്ലേ? ശരിയാണ്. അപ്പോൾ ഒന്നില്ലാത്തത് ആദ്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതിലൊന്നില്ല, അപ്പോൾ നമ്മൾ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്തു. ഇനി അടുത്തത് കറുത്ത മണ്ണിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് എന്തൊക്കെ പേരുണ്ട്? റിഗർ, കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ, പരുത്തി മണ്ണ് അഥവാ കോട്ടൺ സോയിൽ, റിഗർ, ചെർണോസം. ഇനി ഷുഗർ കെയിൻ നന്നായിട്ട് വളരുന്നതുകൊണ്ട് കെയിൻ സോയിൽ എന്നും, ഷുഗർ കെയിനിൻ്റെ കെയിൻ സോയിൽ എന്നും ഇതിന് പേരുണ്ട്. കരിമ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കും. തീർച്ചയായും ശരിയാണ്. അപ്പോൾ 2 ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എയോ ബിയോ ആണ് ആൻസർ എന്ന് നമുക്ക് പിടികിട്ടും. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്. എന്നിട്ടാണോ നമ്മൾ ഷുഗർ കെയിനൊക്കെ നടുന്നത്? അപ്പോൾ നമുക്ക് തെറ്റായ ഒരു പ്രസ്താവന കിട്ടി. 3ാമത്തെ ഓപ്ഷൻ പ്രസ്താവന തെറ്റാണ്. അപ്പം തന്നെ നമുക്ക് ബി എലിമിനേറ്റ് ചെയ്യാം. ആൻസറിലേക്ക് എത്താം. എ. പിടികിട്ടിയല്ലോ? എളുപ്പത്തിൽ പിടികിട്ടിയല്ലോ? യെസ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താലോ? ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഈ ഒരു രീതിയാണ് എലിമിനേഷൻ ടെക്നിക്ക്. ശരിയായ പ്രസ്താവനയല്ലേ നമ്മളോട് ചോദിച്ചത്? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ തലതിരിഞ്ഞവനല്ലേ? അപ്പോൾ തലതിരിഞ്ഞ് ആലോചിക്കുക, റിവേഴ്സായിട്ട് ആലോചിക്കുക. തെറ്റായ പ്രസ്താവന നമ്മളൊന്ന് ആലോചിക്കുക. തെറ്റായ പ്രസ്താവന ഇതിൽ ഏതാ ഉള്ളത് എന്ന് നോക്കുക. പുതിയ എക്കൽ നമുക്കറിയില്ലെങ്കിൽ അതങ്ങ് വിട്ട് കളയാം. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുമായിരിക്കും, നമുക്കറിയില്ല. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്. ഇത് നിങ്ങൾക്ക് തെറ്റാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി കറുത്ത മണ്ണിനെ കുറിച്ച് അറിയാത്തവർക്ക് തീർച്ചയായും അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് അറിയാത്തവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ് എന്ന് ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാം. ഏറ്റവും ഈ പറഞ്ഞ ഫലപുഷ്ടിയുള്ള വളക്കൂറുള്ള മണ്ണ് നദീതടത്തിലെ എക്കൽ മണ്ണാണ്, അലൂവിയൽ സോയിലാണെന്ന്. അപ്പം തന്നെ ഈ പ്രസ്താവന തെറ്റാണെന്ന് കിട്ടി. 4ാമത്തെ പ്രസ്താവന തെറ്റല്ലേ? അപ്പം നമുക്കിതാ ഇവിടെ 4 ഉണ്ട്. എലിമിനേറ്റഡ്. ഡി എലിമിനേറ്റ് ചെയ്തു, സി എലിമിനേറ്റ് ചെയ്തു. എലിമിനേഷൻ ടെക്നിക്കിലൂടെ ഇങ്ങനെ കിട്ടും. ഇനി കറുത്ത മണ്ണിന് ഈർപ്പം കുറവാണെന്നുള്ളതൊന്നും തെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും 3ാമത്തത് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആൻസറിലേക്ക് എത്താൻ പറ്റും. പുതിയ എക്കൽ നിക്ഷേപമാണ് ഖാദർ. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 16ാമത്തതിൻ്റെ ആൻസർ എന്താ? എ ആണ്. 16A എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ? യെസ്. അപ്പം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനും വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആരാ? കൽക്കരി തലസ്ഥാനം അതൊന്ന് ആദ്യം പറ. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ ജാർഖണ്ഡാണ്. ഓക്കെ, ജാർഖണ്ഡാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ. ജാർഖണ്ഡിൽ തന്നെ ജാറിയയിലാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം 14ാമത്തെ ആൻസർ ഡയറക്ട്ലി ഡി, ജാർഖണ്ഡ് ജാറിയ. പേര് തന്നെയുണ്ട്, ജാർഖണ്ഡ് ജാറിയ അല്ലേ. എന്താ ജാർഖണ്ഡിലാണ് എന്ത്, ജാറിയ അല്ലേ. ഓക്കെ, ഇപ്പോൾ മറന്നു പോകരുതേ. ദിഗ്ബോയ് സ്ഥിതി ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റായ ആൻസർ അവിടെ ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ദിഗ്ബോയ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. നമുക്ക് കൽക്കരിപ്പാടവും അതുപോലെ പെട്രോളിയം റിസർവും ദിഗ്ബോയിൽ കാണാൻ പറ്റും, ആസാമിലാണിത്. നെയ്വേലി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. തമിഴ്നാടിലെ കൽക്കരിപ്പാടത്തിൻ്റെ പേരാണ് നെയ്വേലി. ഇനി മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ കടലിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, മുംബൈ ഹൈ. ഇതും പെട്രോളിയം റിസർവ് ആണ്, മറക്കരുത്. നെയ്വേലി കൽക്കരി പാടവും താപവൈദ്യുത നിലയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യെസ്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ മനസ്സിലായല്ലോ, പിടികിട്ടിയല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ക്ലാസ്സിനെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. വിൽ സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ബൈ ഓൾ ഓഫ് യു.